അതിനുശേഷം സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി, അതുകൂടാതെ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇതിൻ്റെ രണ്ടിൻ്റെ അനുവാദത്തോടു കൂടി നമ്മൾ 60,102 കോടി രൂപ ഇവിടുത്തെ വികസനത്തിന് വേണ്ടി സമാഹരിക്കാൻ തീരുമാനിച്ചു. അതനുസരിച്ച് പെമ ഇപ്പം വയലേഷൻ ഓൻ്റെ അകത്ത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വയലേഷൻ ഇല്ല എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. കാരണം നമ്മൾ മസാല ബോണ്ട് വിദേശത്ത് നിന്ന് 9.21% 9.21% നമ്മൾ പലിശ കൊടുക്കാനായിട്ട് തയ്യാറായി. മസാല ബോണ്ട് അത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുണ്ട്. ആ മസാല ബോണ്ടിൽ ഫോറിൻ ഡോളറായിട്ടല്ല നമുക്ക് തരുന്നത്, ഇന്ത്യൻ കറൻസിയാണ് 60,102 രൂപ അവർ തരുന്നത്. ഇന്ത്യയുമായിട്ടുള്ള ലോകത്തിലെ വ്യാപാര ഇതിനകത്തൊക്കെ തീർച്ചയായിട്ടും വിദേശങ്ങളിലുള്ള പലർക്കും ഇന്ത്യൻ റുപ്പി അതുപോലെ അവർക്ക് സ്റ്റോക്കുണ്ട്. അപ്പോൾ ഇന്ത്യൻ റുപ്പിയായിട്ട് അവർ പണം തരികയാണ് ചെയ്തത്.